ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കപ്പ് നിറച്ചില്ല. പിന്നെ ക്യാരറ്റും ബീൻസും ഞാനിതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ക്യാരറ്റ് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി. അപ്പോൾ എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറുമയാണ് കേട്ടോ, വെജിറ്റബിൾ കുറുമ. ഹോട്ടലിൽ ഉണ്ടാക്കുന്നതേ ടേസ്റ്റിൽ. അപ്പോൾ അതിന് നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടത് ഒരു കഷ്ണം പട്ടയും അല്പം പെരിഞ്ജീരകവും മാത്രം, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുള്ളൂ. മുളക് പൊടിയാണെങ്കിലും വളരെ കുറച്ച്. പച്ചമുളകുണ്ട്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടി അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഇത് നമ്മളൊന്ന് ഗ്രാമ്പു ഇല്ല, പട്ടയും പെരിഞ്ജീരകം മാത്രം, അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒരു 5 മിനിറ്റ് ഇളക്കിയെടുത്തിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങ ഒരല്പം അരച്ചിട്ട് ചേർക്കാം. തേങ്ങ കുറച്ച് മതി, ഞാനിപ്പോൾ എടുത്ത അളവ് കാണിച്ചല്ലോ, അത്രയും തേങ്ങ മതി. ആ തേങ്ങയും പെരിഞ്ജീരകവും പട്ടയും അരയ്ക്കുക. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. പട്ട ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം. ഇതാ പട്ട നമ്മളിനി ഇത് ഇവിടെ തന്നെ ഉണ്ടായ പട്ടയാണ് കേട്ടോ. പട്ട നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇനി ഒരു കഷ്ണം എടുത്തിട്ട് കഷ്ണം തേങ്ങയിൽ അരയ്ക്കണം. പട്ടയും ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു ഏലക്കായ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടത്. ഈ തേങ്ങ അരയ്ക്കാൻ അതേമാതിരി തന്നെ ഒരു ഏലക്കായ വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പെരിഞ്ജീരകം ഞാൻ ഇതിലിട്ടിട്ടില്ല. പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതുണ്ട്, അത് പച്ചയായിട്ട് തന്നെ പൊടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അത് തേങ്ങയിലിട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ തേങ്ങയിലിടും. എന്നിട്ട് അത് നന്നായിട്ട് തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കുക. ബാക്കി കുറച്ച് തേങ്ങാപ്പാലും കൊടുക്കുക, തേങ്ങാപ്പാലും ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ. കട്ട് ചെയ്തെടുത്തത് എല്ലാം സ്ക്വയറായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് മീതെ ഇത്തിരി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 1-2 സ്റ്റീം മതി, ഒരുപാട് സ്റ്റീമൊന്നും വരുത്തണ്ട. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. ഇത് ഞാൻ ഇത്തിരി വെണ്ടയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ട് ഇതിൽ വെക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ വെണ്ടയ്ക്കയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും വേവ് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി. അതിനാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇതെടുത്ത് മാറ്റുകയാണ്. ഇത് വെണ്ടയ്ക്ക തോരന് വേണ്ടിയിട്ടാണ്. ഇത് വെണ്ടയ്ക്ക ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തോ നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. വെന്തു. അപ്പോൾ നമുക്ക് ഇത്ര നേരം നമ്മളിതിൽ ഉപ്പിട്ടിരുന്നില്ല കേട്ടോ. ഉപ്പിട്ടാലും വേവൊക്കെ ചെയ്യും, പക്ഷേ ഞാൻ ഉപ്പിട്ടിരുന്നില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്, കല്ലുപ്പിടുന്നില്ല. കല്ലുപ്പിട്ടാൽ അത് അരിയാൻ ഇത്തിരി പ്രയാസമല്ലേ. അപ്പോൾ ഞാൻ പൊടിയുപ്പിട്ടു, ആവശ്യത്തിനുള്ള പൊടിയുപ്പ്. നമുക്കൊന്ന് ഗ്യാസ് കത്തിക്കാം. കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, ഞാനിത് തേങ്ങ
അരച്ചിട്ടുണ്ട്. തേങ്ങ മാത്രമല്ല, കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതും ഇതിൽ തന്നെ ചേർത്തേക്കാണ്. ഒരുമിച്ച് തന്നെ ചേർക്കാം. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത്തിരി തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞെടുത്തു. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ശരിയാവില്ല, ബാലൻസ്ഡ് ആയിരിക്കണ്ട. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില ഇടണം. മല്ലിയില നമുക്ക് ഇടാം കേട്ടോ, കുറച്ച്. മല്ലിയില ഇതാ ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി വേറെ പണിയില്ല, ഇനി അപ്പം ഉണ്ടാക്കണം. ഇത്രേ ഉള്ളൂ. ഇനി അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കലാണ് കലാപരിപാടി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഇളക്കൊന്നും വേണ്ട, വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിതാ ഒരു തവിയാണ് എടുത്ത് ഒഴിക്കണേ. അപ്പച്ചട്ടി ഉണ്ട് കേട്ടോ അവിടെ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക, ദോശക്കല്ലിൽ. അയണ്ടിയാണല്ലോ, അപ്പോൾ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് അയണൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അടച്ചു വെച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പം റെഡി. ഇത് വല്ലപ്പോഴും എടുക്കാറില്ല, അതുകൊണ്ട് ഇത്തിരി ഒരു പിടുത്തുണ്ട്. 2-3 അപ്പം ഉണ്ടാക്കുന്നവരെ ഒതുക്കും, മറിയുമല്ലോ. അടിപൊളി അപ്പായിട്ടുണ്ട്. ഇത്തിരി എണ്ണ വരട്ടി നോക്കാം. ഇത് ഞാൻ വല്ലപ്പോഴും എടുക്കാറുള്ളത്, അതുകൊണ്ടാണ് അപ്പച്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ദോശയും ചിലപ്പോൾ ഞാൻ ഇതിലുണ്ടാക്കും കേട്ടോ. കാരണം നമുക്ക് വല്ലപ്പോഴൊരു അയൺ കിട്ടുന്നത് ഇങ്ങനെയല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ചോറ് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ചോറ്. ഇതിനു വേണ്ടിയല്ല കേട്ടോ ഞങ്ങൾക്ക് കഴിക്കുന്നത്. അപ്പം ഞങ്ങളിതാ അപ്പം ഉണ്ടാക്കി.
ചായ ഒഴിച്ചോളൂ കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ. ഉരുളക്കിഴങ്ങെടുത്തു, ഒന്നിങ്ങനെ തിരുമിഞ്ഞാക്കി ഉരുളക്കിഴങ്ങെടുത്തു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടലിൽ അതേ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കിയാൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതായത് പട്ട, പിന്നെ ഏലക്ക, പെരുംജീരകം, ഇത്രയും മാത്രമേ അതിൽ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വേണമെങ്കിൽ അല്പം മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മൾ വഴറ്റുമ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ട് വഴറ്റാം. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെന്താ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒന്നും കൂടി കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എന്താ പറയുക, നല്ലോണം ഉടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കോൺഫ്ലവർ അല്പം കലക്കിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ മൈദ ഒന്ന് വഴറ്റുമ്പോൾ ഒരു സ്പൂൺ മൈദ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഒന്നും കൂടി കുറുകി കിട്ടും. ഇത് ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ നല്ല പാകമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ ഷെയർ ചെയ്താലല്ലേ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.